ഹലോ, വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോർക്ക് ഫ്രൈ ആണ്. പോർക്ക് ഉലർത്തിയെടുക്കുക, വരട്ടിയെടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? സംഭവം അത് തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. കൂടെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോട് കൂടിയ പോർക്ക് ഫ്രൈ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ പോർക്കാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നെയ്യോട് കൂടി തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചുവന്ന ഉള്ളി 1 പിടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 2ആയിട്ട് കീറി വെച്ചിരിക്കുന്നതാണ്. പിന്നെ 7-8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് സർവ്വസുഗന്ധി ഇലയെന്ന് പറയും, ഓൾ സ്പൈസ് ലീവ്സ്. അതിവിടെ വീട്ടിലുള്ളത് കൊണ്ട് മാത്രം ചേർത്തതാണ്, ഓപ്ഷണലാണ്. ജാതിക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയും കറുവപ്പട്ടയുടെയും ഒക്കെ ഫ്ലേവർ കിട്ടുന്ന ഒരു ഇലയാണ്. പിന്നെ 2-3 തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി നന്നായിട്ട് വേവിച്ചെടുക്കുവാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഞാൻ 4 ടേബിൾ സ്പൂൺ എടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇറച്ചിയിൽ എല്ലായിടത്തും തന്നെ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യത്തെ വിസിൽ കേൾക്കുന്നിടം വരെ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞ് തീ കൂട്ടി വെച്ച് 2 വിസിലും കൂടെ കേൾപ്പിക്കാം. അപ്പോൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അത് കുക്കറിൻ്റെ മൂട മാറ്റിയിട്ട് വെള്ളം വറ്റിച്ചെടുത്തതാണ്. എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇത് 2 മീഡിയം സൈസ് സവോളയാണ് അരിഞ്ഞിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുവാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ല രീതിയിൽ ഗോൾഡൻ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, സവോള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് പോർക്കിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ കുറച്ചും കൂടെ ചേർക്കുവാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ: മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ചേർക്കാനുള്ളതാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കിന് തീ വളരെയധികം കുറച്ച് വെച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം. പരപ്പ് നന്നായിട്ട് മൂക്കുന്ന അനുസരിച്ചാണ് കറിയുടെ ടേസ്റ്റ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പോർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റുന്നിടം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ സമയത്ത് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്.
ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച സവോളയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവം അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഫ്രൈ ചെയ്ത പോർക്കിൻ്റെ കൂടെ ആ സവോളയും കൂടെ ചെല്ലുമ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.